ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു അവൻ കുരിശുമരണത്തിന് തയ്യാറാകുന്നതായിട്ടാണ് നമ്മൾ കാണുക. അതിനുശേഷം അവനെ കൊണ്ടുപോയി അന്നാസ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതനായിരുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ട് വിചാരണ ചെയ്തു. അതിനുശേഷം കയ്യാപ്പാസ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം രാത്രിയുടെ യാമങ്ങളിലാണ് സംഭവിക്കുക. അതിനുശേഷം അവനെ കൊണ്ടുപോയി അവര് പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കാരണം അവനെ ക്രൂശിക്കപ്പെടണമെങ്കിൽ പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ ഭരണാധികാരി ഗവർണറെ കണ്ട അദ്ദേഹം ആണ് ഇവനെ കൊല്ലാൻ വേണ്ടി വിധി പ്രസ്താവിക്കേണ്ടത് പീലാത്തോസ് ആണ്. അതിനുശേഷം അവനെ ഹെറോദസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. 6 പ്രാവശ്യം അവനെ വിചാരണ ചെയ്തിട്ടും ഒരു തെറ്റും അവനിൽ കാണാതെ വന്നപ്പോൾ പീലാത്തോസ് പറഞ്ഞു 40 പ്രാവശ്യം ചാറ്റുപാറുകൊണ്ട് അടിച്ച് അവനെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവിക്കുകയാണ് ചെയ്യുക. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പീലാത്തോസിന് വ്യക്തമായതുകൊണ്ട് പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. നമുക്കറിയാം അവനെ കൽത്തുറുങ്കിൽ കൽത്തളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടോട്ട് കെട്ടിയിട്ടു. 40 പ്രാവശ്യം അവരടിക്കാൻ വേണ്ടി ആരംഭിച്ചു. റോമൻ പടയാളികള് അവനെ കെട്ടിയിട്ട് അവനെ അടിക്കുകയാണ്. അവരുടെ ചാട്ടുപാറിന്റെ അഗ്രത്ത് 5, 8, 10, 12 വാറുകൾ തൂങ്ങിക്കിടക്കും. അതിന്റെ അഗ്രത്ത് ഈയക്കെട്ടുകളും അതുപോലെ അസ്ഥികഷങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ വാറുകൾ പല നീളത്തിലുള്ളതാണ്. അതുകൊണ്ട് ഓരോ അടിയും യേശുവിന്റെ ദേഹത്ത് ഏതാണ്ട് ഒരു 100 അടി പോലെ 100 അടി അവന്റെ ശരീരത്തെ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. അസ്ഥികഷങ്ങളും ഈയക്കെട്ടുകളും അവന്റെ ശരീരം തുളച്ചു കയറി അവന്റെ ശരീരത്തുണ്ടായിരുന്ന ത്വക്ക് പിളർന്ന് ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മാംസപിണ്ഡങ്ങൾ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരുന്നു. അവനെ തല്ലുമ്പോൾ രക്തക്കെട്ടുകളും മാംസപിണ്ഡങ്ങളും പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരുന്നു. 40 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം പുറം മുഴുവനും ഒരൊറ്റ മുറിപ്പാടായി മാറി. അവന്റെ ശരീരത്തിൽ നിന്ന് തൊലി വാറുപോലെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് തൂങ്ങിക്കിടന്നു. എങ്ങനെ അതിദാരുണമായ അതിഭയങ്കരമായ പീഡാസഹനങ്ങൾക്ക് അവൻ വശംവദനാകുകയാണ് ചെയ്യുക. അതിനുശേഷം അവനെ വലിയൊരു മുൾമുടി കൊണ്ടുപോന്നു. അത് അവന്റെ തലയില് അവരടിച്ചിറക്കി അവനെ ഗാഗുൽത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവനെ വലിച്ചടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവന്റെ തോളിൽ വലിയൊരു കുരിശ് വെച്ചു കൊടുത്തു. അതിനുശേഷം അവനെ ഗാഗുൽത്തായി കൊണ്ടുപോയി 2 കള്ളന്മാരുടെ നടുവില് അവനെ കുരിശിൽ തറച്ച്